ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്ന പേപ്പറുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദിനേശ് ഈസ് ആൻ എംപ്ലോയി ഇൻ എ കമ്പനി. ഹി വുഡ് റിസീവ് ദി ഫോളോയിങ് ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ 2023-24. സാലറി rupees 60,000 per month. Dearness allowance 10,000 per month. Entertainment allowance 5,000 per month. He has paid a life insurance premium of rupees 20,000 on his own life. Compute his income from salary liable to deduction of tax at source if he does opt old tax regime and new tax regime. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് ടാക്സ് റിജിം പ്രകാരവും ന്യൂ ടാക്സ് റിജിം പ്രകാരവും എങ്ങനെയാണ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് കണ്ടെത്തുന്നത് എന്നുള്ളത്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഓൾഡ് റിജിം പ്രകാരം എങ്ങനെയാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നെറ്റ് ഇൻകം ഫ്രം സാലറി കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സാലറിയുടെ എമൗണ്ട് തന്നിട്ടുള്ളത് എത്രയാണ്? 60,000 ആണ്. 60,000 ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7,20,000 കിട്ടും. അപ്പോൾ ബേസിക് സാലറി എന്ന് പറയുന്നതാണ് സാലറി ഇവിടെ നമ്മൾ കൊടുത്തത്. ഇനി അടുത്ത ഡിയർനെസ് അലവൻസ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് DA എന്ന് പറയും. ഡിയർനെസ് അലവൻസ് 10,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. 10,000 ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1,22,000 എന്ന് കിട്ടും. 12 കാണുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇയർലി ഉള്ള ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. മന്ത്ലി ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇനി അടുത്തത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ് മറ്റൊന്ന് ക്വസ്റ്റ്യനിൽ തന്നത്. 5,000 ആയിരുന്നു തന്നത്. അതിനെ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 9 lakh ആണ്. ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഗ്രോസ് സാലറി ആണ്. ഗ്രോസ് സാലറി ആണ് 9 lakh കിട്ടിയിട്ടുള്ളത്. ഇനി ഗ്രോസ് സാലറിയിൽ നിന്നും സാലറിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ്ലിക്കബിൾ ആണ്. 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. 50,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നെറ്റ് സാലറി കിട്ടും. അതായത് നെറ്റ് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 8,50,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അത് നമ്മുടെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ 80Cയിൽ ഉൾപ്പെടുന്ന ഒരു ഡിഡക്ഷൻ ആണ്. ഇവിടെ മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 20,000 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ 20,000 ഫുള്ളിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പൊ ഈ 8,50,000 നിന്നും നമ്മൾ 20,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8,30,000 എന്ന് കിട്ടും. ഈ കിട്ടിയിരിക്കുന്നതാണ് എന്ത്? നെറ്റ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നെറ്റ് ഇൻകം ഫ്രം സാലറി ആണ് 8,30,000 എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നെറ്റ് ഇൻകം ഫ്രം സാലറി കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ടാക്സ് കണ്ടെത്താം. TDS കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ ടാക്സ് കണ്ടെത്തണം. ഓൾഡ് ടാക്സ് റിജിം പ്രകാരമാണ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുന്നത്. അതിനായിട്ട് നമുക്ക് നെറ്റ് ഇൻകം ഫ്രം സാലറി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 8,30,000 ആണ്. ഓൾഡ് റിജിം പ്രകാരം നമ്മളുടെ റേറ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് 2,50,000 നില്ലാണ് ടാക്സ്. നെക്സ്റ്റ് 2,50,000 5% ആണ്. അതായത് 2,50,000 5% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 12,500 എന്ന് കിട്ടും. ഇനി 5 lakh വരെ ഇപ്പൊ 2,50,000 2,50,000 5 lakh ഇപ്പോൾ ആയി. ഇനി നെക്സ്റ്റ് ബാലൻസ് ഉള്ളത് എത്രയാണ്? 3,30,000 ആണ്. അതിന് 20% ആണ് റേറ്റ് വരുന്നത്. അപ്പൊ 66,000 എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 78,500 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യണം. 4% 78,500 4% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3,140 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 81,140 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇനി മന്ത്ലി ടാക്സ് ഡിഡക്റ്റഡ് എത്രയാണ്? 81,140 ഡിവൈഡ് ബൈ 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 9,640 എന്ന് കിട്ടും. ഇതാണ് മന്ത്ലി ടാക്സ് ടു ബി ഡിഡക്റ്റഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ഓൾഡ് റിജിം പ്രകാരം നമ്മൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ന്യൂ റിജിം പ്രകാരം എങ്ങനെയാണ് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ നടത്തുക, അല്ലെങ്കിൽ ടാക്സ് TDS കണ്ടെത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ബേസിക് സാലറി, അതേപോലെ തന്നെ
ബേസിക് സാലറി, DA, EA ഇതൊക്കെ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് പ്രകാരം ഗ്രോസ് സാലറി കണ്ടെത്തുന്നു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യുന്നു, 8,50,000 നെറ്റ് സാലറി കിട്ടുന്നു. ഇത് നേരത്തെ ചെയ്തത് പോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഡിഡക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ഇവിടെ എന്താണ്? നോട്ട് അലോഡ് ആണ്, ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതായത് ന്യൂ ടാക്സ് റിജിം ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ 80C ഡിഡക്ഷൻ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 8,50,000 തന്നെയാണ് എന്ത് നെറ്റ് ഇൻകം ഫ്രം സാലറി വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ടാക്സ് കണ്ടെത്തണം. അതായത് ന്യൂ ടാക്സ് റിജിം പ്രകാരം ടാക്സ് കണ്ടെത്തുക എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട 8,50,000 ആണ് നമ്മുടെ ഇൻകം ഉള്ളത്. ഫസ്റ്റ് 3 ലാഖിന് നില്ലാണ്, നെക്സ്റ്റ് 3 ലാഖിന് 5%, അതായത് 15,000 എന്ന് കിട്ടും. 3 ലാഖ് ഇൻറ്റു 5/100 കണ്ടു കഴിഞ്ഞാൽ ഇനി ബാലൻസ് എത്രയുണ്ട്? 3 ലാഖും 3 ലാഖും 6 ലാഖ് ആയി. ടോട്ടൽ 8,50,000 ആണ്. 8,50,000 നിന്നും 6 ലാഖ് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2,50,000. ഇതിന് എത്ര പെർസെന്റേജ് ആണ്? 10% ആണ്. അപ്പൊ 25,000 എന്ന് കിട്ടും. ഇനി 15,000നെയും 25,000നെയും ആഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് 40,000 എന്ന് കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യണം. എത്രയാണ്? 40,000ന്റെ 4% കണ്ടു കഴിഞ്ഞാൽ 1,400 എന്ന് കിട്ടും. അപ്പൊ അതിനെ കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41,600 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ടോട്ടൽ ആണ്. ഇനി മന്ത്ലി കാണൽ എങ്ങനെയാണ്? 41,600 ഡിവൈഡഡ് ബൈ 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ടാക്സ് ഡിഡക്റ്റഡ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.